ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് രണ്ട് അടിപൊളി സെൽഫ് ഏണിംഗ് ആപ്ലിക്കേഷൻസിനാണ് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ആ ഒരു രണ്ട് ആപ്ലിക്കേഷൻസും. അപ്പോൾ രണ്ടിലും നിങ്ങൾക്ക് ഒരുപാട് ടാസ്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വരുന്ന ടാസ്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് മാത്ത് ക്യൂസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 7+2 എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് ആൻസർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവും. അങ്ങനെ നിങ്ങൾക്ക് 25 ടാസ്ക് ഡെയിലി വരുന്നുണ്ട്, അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കോയിൻസ് ഏൺ ചെയ്യാൻ നിങ്ങൾക്ക് അങ്ങനെ വിഡ്രോ അടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തിട്ടും ഇതിൽ കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റെഫർ ചെയ്യാൻ പറ്റുന്നവർക്ക് റെഫർ ചെയ്തിട്ടും ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനുമായിട്ട് നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ നമ്മൾ ടെലിഗ്രാം ചാനൽ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ നല്ല നല്ല അടിപൊളി സെൽഫ് ഏണിംഗ് ആപ്ലിക്കേഷൻസും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ ഒരു ഗെയിം ടൈംസ് എന്നാണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കായിട്ട് കുറേ ഗെയിംസ് കാര്യങ്ങൾ കാണാം. അപ്പോൾ താഴെയായിട്ട് ക്ലിക്ക് ഹിയർ ടു ഓപ്പൺ ഏണിംഗ് ഏരിയ എന്നോട്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, അതുപോലെ തന്നെ നമ്പർ കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, അതുപോലെ പാസ്വേഡ് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുക. സൈനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വേറെ വെരിഫിക്കേഷൻ ഒന്നുമില്ല, ജസ്റ്റ് അത്രേ ഉള്ളൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം ആപ്ലിക്കേഷൻ ഹോം പേജിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് ഏണിംഗ് ഏരിയ. അതായത് ഇവിടെ ആയിട്ടാണ് നമ്മൾ ഏണിംഗ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെയായിട്ട് കുറച്ച് ടാസ്കുകളുണ്ട്, നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്ത് ക്യൂസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മാത്ത് ക്യൂസിൽ ഞാൻ ആദ്യം കാണിച്ചെന്ന പോലെയാണ് വരുന്നത്. അതായത് നമുക്ക് ഡെയിലി 25 മാത്ത് ക്യൂസുകളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ആൻസർ ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന 5+3 എത്രയാണ്, ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, 8 ആണ്. അപ്പോൾ അത് കൊടുക്കുക. അപ്പോൾ വരുന്ന വെച്ചാൽ ഒരു ആഡ് വരും. ആഡ് നമുക്ക് പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാം, ജസ്റ്റ് 5 സെക്കൻഡൊക്കെ മാക്സിമം ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കളയാം. സ്കിപ്പ് ചെയ്തതിന് ശേഷം ഒരു കൗണ്ട് ഡൗൺ വരുന്നുണ്ട്, അത് കുറച്ച് ടാസ്ക്കാണ്, അതായത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. പക്ഷേ ഓക്കേയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ കാണാൻ പറ്റും അത് കഴിഞ്ഞു. അതിനുശേഷം ഒരു കൗണ്ട് ഡൗൺ ഉണ്ട്, ഒരു 15 സെക്കൻഡ് ഉള്ള ഒരു കൗണ്ട് ഡൗൺ ഉണ്ട്. ആ ഒരു കൗണ്ട് ഡൗൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ വിളിക്കുന്ന 4+8 എത്രയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 12 ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ ചെയ്യുക, അങ്ങനെ ടാസ്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ വന്നു, സ്കിപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സംഭവം വരുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ 25 ടാസ്ക് ഉണ്ട്, നിങ്ങൾ 25 കംപ്ലീറ്റ് ചെയ്യുക. അതിനിടയിലായിട്ട് ചിലപ്പോൾ ഒരു ഇൻസ്റ്റാൾ ടാസ്ക് ഒക്കെ വരും. അപ്പോൾ ഇൻസ്റ്റാൾ ടാസ്ക് ജസ്റ്റ് ഒരു ആഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ബാക്ക് വന്നാൽ മതി. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഓക്കെ, സോ അങ്ങനെയാണ് സംഭവം വരുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തായിട്ട് വരുന്ന വെച്ചാൽ ഫുട്ബോൾ ഗോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കാണാൻ പറ്റും. അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10 ടാസ്ക്കാണ് വരുന്നത്. ജസ്റ്റ് ആ ഒരു കിക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കിക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് കിക്കാകും, അത് നിങ്ങൾ നോക്കണ്ട. ജസ്റ്റ് ആഡ് വരും, ആഡ് കാണിക്കും. ആഡ് നമ്മൾ സ്കിപ്പ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് 10 എണ്ണം വരുന്നുണ്ട്. അപ്പം ഇപ്പോൾ എനിക്ക് 6 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തന്നെ എൻ്റെ 54 കോയിൻസ് എൻ്റെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഡെയിലി വരുന്ന കംപ്ലീറ്റ് ചെയ്യുക. അവിടെ കൗണ്ട് ഡൗൺ ഉണ്ട്, അത് കഴിഞ്ഞാൽ അടുത്ത് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ആദ്യം മറ്റേത് കംപ്ലീറ്റ് ചെയ്യുക, മാത്ത് ക്യൂസ് കംപ്ലീറ്റ് ചെയ്യുക. അതിന് ശേഷം ഇതിൽ വന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സംഭവം വരുന്നത്. പിന്നെ നമുക്ക് വേറെ സെൽഫ് ഏണിംഗ് ഓപ്ഷൻസ് ഇല്ല, ഇത് രണ്ടോളം സെൽഫ് ഏണിംഗ് ഓപ്ഷൻസ് വരുന്നത്. ഇവിടെ പ്രോമോ കോഡ് ഉണ്ട്. പ്രോമോ കോഡ് കിട്ടാനായിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇടയ്ക്ക് ഇടും. അപ്പോൾ ആ ഒരു കോഡ് വന്നിട്ട് അപ്ലൈ ചെയ്യാനുള്ള കുറച്ച് കോയിൻസ് കിട്ടും. വേറെ ഏണിംഗ് ഓപ്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കിവിടെ താഴെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെയാണുള്ളത്. ഇനി നമുക്ക് വിഡ്രോയിൽ നോക്കാം. വിഡ്രോ ചെയ്യാനായിട്ട് റെഡീമിൽ ക്ലിക്ക് ചെയ്യാം. റെഡീമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യു പി ഐ വിഡ്രോയിലും അതുപോലെ ഗൂഗിൾ പ്ലേ വിഡ്രോയിലാണുള്ളത്. ബാങ്ക് ട്രാൻസ്ഫർ ഇപ്പോൾ കറൻലി അവൈലബിൾ അല്ല. ഓക്കെ, സോ യു പി ഐയിൽ ക്ലിക്ക് ചെയ്യുക. യു പി ഐയിലാണെങ്കിൽ മിനിമം വിഡ്രോയിൽ 480 കോയിൻസാണ് വരുന്നത്. 480 കോയിൻസിൻ്റെ വാല്യൂ 3 രൂപയാണ്. ഓക്കെ, സോ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കോയിൻസ് ആകുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിന് ഇവിടെ ആയിട്ട് നിങ്ങളുടെ നെയിം, നിങ്ങളുടെ നമ്പർ കൊടുക്കുക, യു പി ഐ ഡി കൊടുക്കുക, സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് ആളൊക്കെ 24 ഹവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ആളും കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ കൂടിയ എമൗണ്ട് ഒക്കെ ഉണ്ട്, നിങ്ങൾ പരമാവധി നിങ്ങൾ ഏൺ ചെയ്യുന്നത് നിങ്ങൾ അപ്പോൾ വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഭവം വരുന്നത്. പിന്നെ ഗൂഗിൾ പ്ലേ വിഡ്രോയിൽ മിനിമം 10 രൂപയാണ് വരുന്നത്, കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഭവം വരുന്നത്. നിങ്ങൾ പരമാവധി യു പി ഐയിലോട്ട് വിഡ്രോ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പേര് ക്യാഷ് ബി എന്നാണ്. അപ്പോൾ ഇത് കുറേ മുമ്പേ ഉള്ളൊരു ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ അറിയായിരിക്കും. അപ്പോൾ അതിപ്പോൾ വീണ്ടും പുതിയ അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് അടിമുടി മാറി വന്നുള്ള ആപ്ലിക്കേഷനാണ്. ഓക്കെ, അതായത് കുറേ ചേഞ്ചുകളൊക്കെ ഉണ്ട്. അതായത് വേറെ ഒന്നുമില്ല, അങ്ങനെ സാധാരണ മുമ്പത്തൊക്കെ പോലെ തന്നെയാണ്. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കുറച്ച് ഇൻ്റർഫേസ് കാലൊക്കെ ചേഞ്ച് ആയിട്ട് ഇപ്പം വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പേയ്മെൻറ്റ് ആളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവിടെ ക്ലിക്ക് ഡൗൺലോഡ് ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഇൻ്റർഫേസ് വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാതെ ശേഷം നിങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഫെച്ച് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. നെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും. ഞാൻ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്കാണ് മൊബൈൽ നമ്പർ കാര്യങ്ങളും കൊടുക്കാനായിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഭവം വരുന്നത്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ സാധാരണ നിങ്ങൾ സൈനപ്പ് ചെയ്യുന്ന പോലെ സൈനപ്പ് ചെയ്യുക.
സൈൻ അപ്പ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഹോം പേജിലോട്ട് നിങ്ങൾ ഇതുപോലെ വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടാണ് ഹോം പേജ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. കുറേ ഏണിംഗ് ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് വാലറ്റിൽ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇതിൽ നിന്ന് പേയ്മെൻറ്റ് ഒക്കെ മുമ്പ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഒന്നും ഇപ്പോൾ കാണുന്നില്ല. ഞാൻ മുമ്പ് എടുത്തിട്ടുള്ളതാണ്. ഇൻസ്റ്റൻറ്റ് വിഡ്രോലും കാര്യങ്ങളൊന്നും കാണാൻ പറ്റും. ഇൻസ്റ്റൻറ്റ് വിഡ്രോലും കാര്യങ്ങളാണ് ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പോഴും ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യമൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നോക്കാനുള്ളത് നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡെയിലി ബോണസ് വരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ട് ഡെയിലി ബോണസ്, അതായത് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ബോണസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലും മതി താഴെയായിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി ചെക്ക് ഇൻ, അതായത് നിങ്ങൾ ഡെയിലി ചെക്ക് ഇൻ ചെയ്ത് നിങ്ങൾക്ക് 0.5 റുപ്പീസൊക്കെ വെച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ അതിനായിട്ട് നിങ്ങൾ ഇവിടെ ആയിട്ട് ആഡ്സ് വാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ 5 എണ്ണം മിനിമം കംപ്ലീറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ വാച്ച് 5 വീഡിയോ എന്ന് പറയുന്നുണ്ട്, അതായത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആഡ്സ് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് വേറെയും കോയിൻസ് കിട്ടും. അതായത് നിങ്ങൾ ജസ്റ്റ് വാച്ച് ആഡ്സിൽ ക്ലിക്ക് ചെയ്യുന്നില്ല, ആഡ് വരും, ആഡ് ജസ്റ്റ് വാച്ച് ചെയ്യുക, ബാക്ക് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 0.1 റുപ്പീസ് വെച്ച് നിങ്ങൾക്ക് ഒരു ആഡിന് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ക്യാഷ് ബി കോയിൻസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതായത് CB കോയിൻസ് കാണാം, അതൊരു 10 എണ്ണം കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു കോയിൻ എന്തിനാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഭവം വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഡെയിലി അത് ചെയ്യുക. പിന്നെ അടുത്തായിട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പബ് സ്കെയിൽ ഓഫർ വാൾ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും ഓഫർ വാൾസ്. ഓക്കെ, എല്ലാ ആപ്ലിക്കേഷനും മിക്ക ആപ്ലിക്കേഷൻസിലുള്ള പോലെ തന്നെയാണ് ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇവിടെ നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുക, കോയിൻസ് ഏൺ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആസ്ട്രോ സോഡിയാക്ക് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. അപ്പോൾ ക്ലിക്ക് ഓൺ ദി ലിങ്ക് ബിലോ, ഡൗൺലോഡ് ദി ആപ്പ്, രജിസ്റ്റർ ഓൺ ദി ആപ്പ്. എന്നിട്ട് അവിടെ പറയുന്ന പോലെ ക്രിയേറ്റ് യുവർ ഹോറോസ്കോപ്പ് ചോയ്സ് എക്സ്പ്ലോർ ആപ്പ്. ഓക്കെ, എക്സ്പ്ലോർ ദി ആപ്പ് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാതെ നമുക്ക് ഈ ഒരു കോയിൻസ് കിട്ടും. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ ഇതിൽ വരുന്ന ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, കോയിൻസ് ഏൺ ചെയ്യുക. പിന്നെ ഇതുപോലെ തന്നെയാണ് i8 സ്റ്റുഡിയോസ് എന്ന് പറയുന്നതിനുള്ള ഓഫർ വാളുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് കുറച്ച് കോയിൻസ് കിട്ടും. ഈ ഒരു ആപ്പുകൾ, അതായത് ഇവിടെ ആയിട്ടുള്ള ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കോയിൻസ് കിട്ടും, അത് ക്യാഷ് കിട്ടും. ഓക്കെ, അങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെയാണ് ഇതൊരു 4 ഓഫർ വാളും വരുന്നത്. ഓക്കെ, പിന്നീടായിട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെയായിട്ട് ഓഫേഴ്സ് എന്ന് കൊണ്ട് കാണാൻ പറ്റും. അതായത് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ല കേട്ടോ, ഏറ്റവും താഴെയായിട്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഈ ഒരു ആപ്പ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫേഴ്സാണ്. അപ്പോൾ അതും ഞാൻ കറക്റ്റ് ഈ ഒരു ആപ്പ് ഞാൻ ഈ ഒരു മൂൺലൈറ്റ് ഓഫർ എന്ന് പറഞ്ഞ ഈ ഒരു ഓഫർ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് ആ 1 രൂപയാണ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പ് നിങ്ങൾ ഫുൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5 രൂപ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ഒരു ഓഫർ വാളിൽ നിന്ന് ഒരു 5 രൂപയും കൂടി നിങ്ങൾ എങ്ങനെ ഏൺ ചെയ്യുക, ഒരു പബ് സ്കെയിൽ ഓഫർ വാളിൽ നിന്നും അങ്ങനെയും നിങ്ങളൊരു 5 രൂപയും കൂടി ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 രൂപയാക്കാം. 10 രൂപയെ നിങ്ങൾ അപ്പോൾ തന്നെ വിഡ്രോ ചെയ്യാം. ജസ്റ്റ് ഒരു വിഡ്രോലെങ്കിലും എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി യൂസ് ചെയ്യാം. എന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ആപ്പ് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വിഡ്രോയിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് എൻ്റെ ഓഫർ കാലം ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ചെയ്തിട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സെൽഫ് ഏണിംഗ് ഓപ്ഷൻസ് ഒക്കെ വരുന്നത്. വേറെ പ്രത്യേകിച്ച് സെൽഫ് ഏണിംഗ് ഓപ്ഷൻസ് ഇല്ല. പിന്നെ ഇവിടെ ബോണസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഡെയിലി ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാം. വേറെ സെൽഫ് ഏണിംഗ് ഓപ്ഷൻസ് ഇല്ല. പിന്നെ ഇവിടെ ആയിട്ട് ലീഡർ ബോർഡ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞത്, അതായത് ഈ ഒരു ക്യാഷ് ബാക്ക് കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതനുസരിച്ചാണ് നിങ്ങൾക്ക് ഈ ഒരു ലീഡർ ബോർഡിൽ നിങ്ങൾ സ്ഥാനം വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങൾ ലീഡർ ബോർഡിൽ നിങ്ങൾ സ്ഥാനം വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ക്യാഷ് ബി കോയിൻസ് നിങ്ങൾ ഏൺ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലീഡർ ബോർഡിൽ വരാം. അപ്പോൾ നിങ്ങളുടെ ലീഡർ ബോർഡിൽ നിങ്ങളുടെ സ്ഥാനം അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ കോയിൻസ് ഒരു ക്യാഷ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ലീഡർ ബോർഡ്. പിന്നെ റഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, റഫറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം റഫറിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർ റഫറിൽ നമുക്ക് 5 രൂപ കിട്ടുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ റഫർ ചെയ്ത ഫ്രണ്ട് ഇതിൽ 10 രൂപ ഏൺ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് 5 രൂപ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ 50% ക്യാഷ് ബാക്ക് ഓഫ് ദെയർ ഏണിങ്സ്. ഓക്കെ, അതായത് 10 രൂപ ഏൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5 രൂപ വെച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫ്യൂച്ചർ അവരെന്ത് ഓഫർ, അതായത് ഫ്യൂച്ചറിൽ അതായത് നിങ്ങളുടെ ഫ്രണ്ട് ഏൺ ചെയ്യുന്നതിൻ്റെ 50% വെച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് സംഭവം വിഡ്രോയിൽ റഫറിങ് വരുന്നത്. ഇനി വിഡ്രോയിൽ നോക്കാം. വിഡ്രോ ചെയ്യാനായിട്ട് മുകളിലായിട്ട് വാലറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ മിനിമം UPI-ലോട്ടും ഗൂഗിൾ പ്ലേയിലോട്ടും വിഡ്രോ ചെയ്യാം. വിത്തിൻ സെക്കൻഡ്സിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ 1.5 റുപ്പീസാണുള്ളത്. UPI-ലോട്ടാണ് UPI ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ ആയിട്ട് എമൗണ്ട്. ഓക്കെ, എമൗണ്ട് എന്നുള്ളത് ഇപ്പോൾ 10 രൂപ എന്നുണ്ട് മിനിമം 10 രൂപയാണ് വരുന്നത്. പിന്നെ 20 രൂപ ഉണ്ട്, പിന്നെ 50 രൂപയുണ്ട്. അപ്പോൾ നിങ്ങളതിൽ എത്ര രൂപയാണെന്ന് വെച്ചാൽ അത് എൻ്റർ ചെയ്യാം. അതിനുശേഷം UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുക. കൺവേർട്ട് ഇൻറ്റു UPI എന്ന് താഴെയുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വിഡ്രോ ചെയ്യാം. ഇനിയിപ്പോൾ ഗൂഗിൾ പ്ലേയിലോട്ടാണെങ്കിൽ അതുപോലെ തന്നെ ഇമെയിൽ ID കൊടുക്കുക. മിനിമം വരുന്നത് 10 ആണ്, മാക്സിമം 10 ആണ് വരുന്നത്. നിങ്ങൾ വിഡ്രോ അടിക്കുക. ഓക്കെ, പേയ്മെൻറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ 2 ആപ്ലിക്കേഷനെ പറ്റി പറയാനുള്ളത്. നല്ല ആപ്ലിക്കേഷൻസാണ്, പരമാവധി യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.